ഈ ഒരു സെക്ഷനിൽ നമുക്ക് GST ഫോംസ് 4 and 5 പരിചയപ്പെടാം. GSTR 1ലെ ഫോം 4ലാണ് B2B ഇൻവോയ്സസ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനായി 4A ടേബിൾ ഓപ്പൺ ചെയ്യുക. ആഡ് റെക്കോർഡ് കൊടുത്ത ശേഷം നമുക്ക് വരുന്ന ഫോമിൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ ആയിട്ട് സാധിക്കും. എക്സലിൽ നിന്നുള്ള സെയിൽസിന്റെ റിപ്പോർട്ട് കറക്റ്റ് ആയി തന്നെ ഫിൽ ചെയ്തു കൊടുക്കുക. B2B സപ്ലൈ എന്ന് പറയുമ്പോൾ GST ഉള്ള മറ്റു പാർട്ടികൾക്ക് സെയിൽ ചെയ്യുമ്പോൾ ഫയൽ ചെയ്യേണ്ട ഫോം. GST നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പാർട്ടിയുടെ ഡീറ്റെയിൽസ് അവിടെ വരുന്നതായിരിക്കും. തുടർന്ന് ഇൻവോയ്സ് നമ്പറും ഡേറ്റും കറക്റ്റ് ആയി മെൻഷൻ ചെയ്യുക. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ അതുപോലെ തന്നെ ടാക്സ് റേറ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ടാക്സബിൾ വാല്യൂ കറക്റ്റ് ആയി തന്നെ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടാക്സ് അവിടെ വരുന്നതായിരിക്കും. എന്നിട്ട് സേവ് ചെയ്തു കൊടുത്താൽ മതി. രണ്ടാമത് ഒരു ബില്ലും കൂടി ഉണ്ട്. അത് നമുക്ക് കറക്റ്റ് ആയി തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി ഫില്ല് ചെയ്യേണ്ട ഫോം 5 ആണ്. B2C ലാർജ് ഇൻവോയ്സ്, അതായത് ഒരു സാധാരണ കസ്റ്റമർക്ക് GST ഇല്ലാത്ത ഒരാൾക്ക് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ മിനിമം 1 ലക്ഷമോ അതിൽ കൂടുതലോ ഒരു ഇൻവോയ്സിൽ വരികയാണെങ്കിൽ നമ്മൾ B2C ലാർജ് ഇൻവോയ്സ് കാണിക്കണം. അതിനായി ഫോം 5 ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റേറ്റും ഇൻവോയ്സ് നമ്പറും വാല്യൂസും കറക്റ്റ് ആയി ഇവിടെ ഫിൽ ചെയ്തു കൊടുത്താൽ മതി. B2C കസ്റ്റമർക്ക് 1 ലക്ഷം രൂപ മുകളിൽ വരുന്ന ഇൻവോയ്സ്, അതും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് സപ്ലൈ ആണെങ്കിൽ മാത്രം ടേബിൾ 5 ഫയൽ ചെയ്താൽ മതി. അപ്പോൾ ടേബിൾ 4ഉം ടേബിൾ 5 നമ്മൾ കറക്റ്റ് ആയി തന്നെ ഫിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് മറ്റു ഫോമുകൾ എങ്ങനെ ഫിൽ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം.